ഹിൻഡൻബർഗ് റിസർച്ച് എന്ന വാക്ക് കേൾക്കാത്ത ഒരു മലയാളി ഇപ്പം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി കേൾക്കാത്തവർക്കായി 24 ജാനുവരി 2023 ഹിൻഡൻബർഗ് റിസർച്ച് അദാനി ഗ്രൂപ്പിനെതിരെ സീരിയസ് ആരോപണങ്ങൾ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തു. അതുകൊണ്ട് $150 ബില്യൺ ആണ് അദാനി ഗ്രൂപ്പിന് നഷ്ടമായത്. ഇപ്പോൾ ഹിൻഡൻബർഗ് റിസർച്ച് വീണ്ടും വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണ്. അവർ സെബി ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിനെതിരെ കുറേ ആരോപണങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ആ ആരോപണങ്ങളിൽ ഏറ്റവും സീരിയസ് ആയി തോന്നിയ കുറച്ച് ആരോപണങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ആരെയും പക്ഷം പിടിക്കുന്നില്ല, രണ്ട് സൈഡും നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് മാധവി പുരി ബുച്ചിൻ്റെ കാര്യത്തിലായാലും ഹിൻഡൻബർഗ് റിസർച്ചിൻ്റെ കാര്യത്തിലായാലും. ഇനി പറയാൻ പോണ കുറേ ടേംസ് ഉണ്ട്. അത് ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്, കെ ഇന്ത്യ ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റഡ്, പിന്നെ ബ്ലാക്ക് സ്റ്റോൺ എന്ന കമ്പനി, ധവാൽ ബുച്ച്, ഇവർ ആരൊക്കെ, എന്തൊക്കെയാണ്, ഇതുമായിട്ട് എന്താണ് ബന്ധം എന്നൊക്കെ ഉള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹിൻഡൻബർഗ് റിസർച്ച് എന്ന കമ്പനിയുടെ വിശ്വാസ്യത എത്രയുണ്ട്, അവർ പറയുന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മളുടെ മീഡിയകളെല്ലാം ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇവർക്ക് അതേ വിശ്വാസ്യതയും പേരും US-ലുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോണത് ഈ വീഡിയോയിൽ. ഹായ്, ദിസ് ഇസ് പിപിൻ ആൻഡ് ഇറ്റ് മേക്ക് സെൻസ് ടു ബി ഇൻഫോംഡ് അബൌട്ട് ദ വേൾഡ് വി ലിവ് ഇൻ. ഹിൻഡൻബർഗ് റിസർച്ച് സെബി ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിനെ പറ്റി ഒരുപാട് ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ആ ആരോപണങ്ങളിൽ ഏറ്റവും സീരിയസ് ആയി തോന്നിയതാണ് ഞാൻ ആദ്യം പറയുന്നത്. അത് ഒരു ബ്ലാക്ക് സ്റ്റോൺ എന്ന US കമ്പനിയും പിന്നെ മാർച്ച് 2024 അവർ ഒരു പരാമർശം നടത്തിയുണ്ടായി. ഇത് എല്ലാം തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർച്ച് 2024 സെബി ചീഫ് പറഞ്ഞത് ഇങ്ങനെയാണ്: സെബി ചീഫ് സേസ് her new favorite investment product will equal the size of India's equity market. അതിലാളുടെ ഫേവറേറ്റ് പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്നറിയോ? റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ആൻഡ് മുനിസിപ്പൽ ബോണ്ട്സ്. ഇതിൽ REITS, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്, അതുമായിട്ടാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. സെബിയുടെ ആദ്യത്തെ ഫീമെയിൽ ബോസാണ് മാധവി പുരി ബുച്ച്. അവർ IIM അഹമ്മദാബാദിൽ നിന്നാണ് MBA ചെയ്തിട്ടുള്ളത്. അവരുടെ കരിയറിൻ്റെ നല്ലൊരു ഭാഗം ICICI ബാങ്കിലായിരുന്നു. ഇനി ആരോപണത്തിലോട്ട് വരാം. മാധവി പുരി ബുച്ച് സെബി ചീഫ് ആയതിനു ശേഷം REITS, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരുന്നു, റീഫോംസ് കൊണ്ടുവന്നിരുന്നു. ആ പരിഷ്കാരങ്ങളിലൂടെ ആളുടെ ഹസ്ബൻഡായ ധവാൽ ബുച്ചിനും ബ്ലാക്ക് സ്റ്റോൺ കമ്പനിക്കും ഒരുപാട് നേട്ടം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നാണ്. ഇനി ഈ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് തോന്നാൻ വേറൊരു കാരണം കൂടിയുണ്ട്. ധവാൽ ബുച്ചിന് റിയൽ എസ്റ്റേറ്റ് ഫണ്ടിലോ ക്യാപിറ്റൽ മാർക്കറ്റിലോ റെലവൻ്റായ വർക്ക് എക്സ്പീരിയൻസ് ഇല്ല. എന്നിട്ടും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് കോർ ബിസിനസ്സായി നടത്തുന്ന ബ്ലാക്ക് സ്റ്റോൺ ധവാൽ ബുച്ചിനെ സീനിയർ അഡ്വൈസറായിട്ട് വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ആളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഞാൻ വിസിറ്റ് ചെയ്തതാണ്. അതനുസരിച്ച് ആൾക്ക് അങ്ങനത്തെ ഒരു റെലവൻ്റ് എക്സ്പീരിയൻസ് ഇല്ല. ആർക്കും ലിങ്ക്ഡിനിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും അത്. അപ്പോൾ അതൊരു സീരിയസ് അലിഗേഷനായിട്ട് തോന്നി. ഹിൻഡൻബർഗ് റിസർച്ചിൻ്റെ ആരോപണം വന്നപ്പോൾ തന്നെ ബ്ലാക്ക് സ്റ്റോൺ കമ്പനി അത് നിരാകരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലാക്ക് സ്റ്റോൺ കമ്പനിക്ക് ധവൽ ബുച്ചായിട്ട് ഒരു ബന്ധവും ഇല്ലയെന്ന്. പക്ഷെ അവർ അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോഴും അവർ അംഗീകരിക്കുന്നുണ്ട് ആൾ സീനിയർ അഡ്വൈസർ ആണെന്നുള്ളത്. ധവാൽ ബുച്ച് ബ്ലാക്ക് സ്റ്റോണിൻ്റെ ഒരു സീനിയർ അഡ്വൈസർ ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് ഇതിൽ. ഇനിയാണ് രണ്ടാമത്തെ ആരോപണം. രണ്ടാമത്തെ ആരോപണം എന്തെന്ന് വെച്ചാൽ, അദാനി ഗ്രൂപ്പിൻ്റെ ചീഫായ ഗൗതം അദാനിയുടെ ജ്യേഷ്ഠൻ വിനോദ് അദാനി, ആൾ ദുബായ് ബേസ്ഡ് ബില്യണെയറാണ്. ആൾ മൗറീഷ്യസ് ആൻഡ് ബർമുഡ ബേസ്ഡ് GDOF എന്നൊരു ഫണ്ട് ഉണ്ട്, ഗ്ലോബൽ ഡൈനാമിക് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ച് അദാനി ഗ്രൂപ്പിൻ്റെ ഫണ്ട്സ് ആൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് ആദ്യത്തെ ആരോപണം. ഈ ഫണ്ട് വേറൊരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് IPE പ്ലസ് ഫണ്ട് 1. നേരത്തെ പറഞ്ഞ രണ്ട് ഫണ്ടും, ഗ്ലോബൽ ഡൈനാമിക് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്സും പിന്നെ IPE പ്ലസ് ഫണ്ട് 1, ഈ രണ്ടും അദാനി ഗ്രൂപ്പിൻ്റെ സ്റ്റോക്സിനെ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഹിൻഡൻബർഗ് റിസർച്ചിൻ്റെ ആരോപണം. ഇനി മെയിൻ ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാധവി സെബി ചീഫ് പിന്നെ ആളുടെ ഹസ്ബൻഡ് ധവാൽ ബുച്ച്, ഇവർ ഈ പറഞ്ഞ രണ്ട് ഫണ്ടിലും 7 കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദാനി ഗ്രൂപ്പിൻ്റെ ഷെയർസിനെതിരെ സെബി ഇപ്പോൾ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഈ അന്വേഷണം നടത്തുമ്പോൾ തന്നെ അതിൻ്റെ ചീഫായിട്ടിരിക്കുന്നത് മാധവി പുരി ബുച്ചാണ്. ഇങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുമ്പോഴും അവർ അതിൻ്റെ ചീഫായിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇതാണ് ആരോപണങ്ങൾ. പിന്നെ കൂടുതൽ സീരിയസ് ഇഷ്യൂസിനെ പറ്റിയുള്ള അനാലിസിസ് കേൾക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ബിപിൻ സൈനിങ് ഓഫ് ആൻഡ് ബി ഇൻഫോംഡ്.